മക്കളെ 20 മിനിറ്റ് കൊണ്ട് 20 മാർക്കിന്റെ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോവാണ്. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ഒരുപാട് ടെക്നിക്കുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ആ ചാപ്റ്റർ അങ്ങ് പഠിക്കാം. 20 മിനിറ്റേ വേണ്ടൂ ആ ചാപ്റ്റർ പഠിക്കാൻ. 20 മാർക്കാണ്. ക്രിസ്മസ് എക്സാമിന് അതിന്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 20 മാർക്കാണ്. ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും പ്രിപ്പറേഷൻ, ആദ്യത്തെ പ്രിപ്പറേഷൻ ആസിഡ് ക്ലോറൈഡ്, അതായത് റോസൻമട്സ് റിഡക്ഷൻ ആണ്. ആസിഡ് ക്ലോറൈഡിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? റോസൻമട്സ് റിഡക്ഷൻ. ഇതിന്റെ നെയിം എന്താ? റോസൻമട്സ് റിഡക്ഷൻ. ഈ റിഡക്ഷൻ വിളിക്കുന്ന പേരാണ് റോസൻമട്സ് റിഡക്ഷൻ. റെഡി അല്ലേ? RDN റിഡക്ഷൻ, RDN. ആസിഡ് ക്ലോറൈഡിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റുക എന്തുപയോഗിച്ച്? പലേഡിയം ബേരിയം സൾഫേറ്റ് ഉപയോഗിച്ച്. അതിങ്ങനെ പഠിച്ചാൽ മതി, ഷോർട്ട് പഠിക്കുക. COCl ബിക്കം CHO. ആസിഡ് ക്ലോറൈഡ് എന്നാൽ COCl ഉണ്ടാവും. ആ COCl എന്തായി മാറി? CHO ആയി മാറി. വളരെ ഈസിയാ. COCl ബിക്കം CHO. CH3 COCl. എവിടെ COCl ഉണ്ടോ അത് CHO ആയി മാറും. CH3 CHO. വളരെ ഈസി അല്ലേ? ആസിഡ് ക്ലോറൈഡ് എന്നാൽ COCl, അത് CHO ആയി മാറി. എന്താ ഉപയോഗിക്കേണ്ടത്? ഇത് തന്നെ, പലേഡിയം ബേരിയം സൾഫേറ്റ് വിത്ത് സൾഫർ ഓർ ക്വിനോൺ. 2 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് റോസൻമട്സ് റിഡക്ഷൻ. ആസിഡ് ക്ലോറൈഡ് ആൽഡിഹൈഡ് ആക്കി മാറ്റി എന്തുപയോഗിച്ച്? പലേഡിയം ബേരിയം സൾഫേറ്റ് വിത്ത് സൾഫർ അല്ലേ? യെസ്. രണ്ടാമത് നൈട്രലാണ്, സയനൈഡ്. സയനൈഡിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റി ആ റിഡക്ഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റീഫൻസ് റിഡക്ഷൻ. സയനൈഡിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? സ്റ്റീഫൻസ് റിഡക്ഷൻ. വളരെ സിമ്പിൾ ആണ്. CN ബിക്കം CHO. എവിടെ CN ഉണ്ടോ അത് CHO ആയി മാറും. സ്റ്റീഫൻസ് റിഡക്ഷൻ ഉപയോഗിക്കുന്ന റിയേജന്റ് ഏത് എന്ന് വെച്ചാൽ SnCl2 HCl, സ്റ്റാനസ് ക്ലോറൈഡും HCl. അപ്പൊ സയനൈഡ് എന്താ? സയനൈഡ് CH3CN. എന്താ? CN എന്തായി മാറി? CHO ആയി മാറി. CN എവിടെ ഉണ്ടോ നോക്കണ്ട, CN എവിടെ ഉണ്ടോ അത് CHO ആയി മാറി. എന്താ ഉപയോഗിക്കുന്നത്? സ്റ്റാനസ് ക്ലോറൈഡ് SnCl2, കോൺസെൻട്രേറ്റഡ് HCl-ഉം. ക്ലിയർ അല്ലേ? ഫോളോഡ് ബൈ ഹൈഡ്രോളിസ് ആണ്. യെസ്, ഫോളോഡ് ബൈ ഹൈഡ്രോളിസ്. അടുത്ത സ്റ്റീഫൻസ്. രണ്ടാമത്, അടുത്ത 2 മാർക്കും കിട്ടി. എന്തായാലും ഇതൊക്കെ ചോദിക്കുന്ന CN ബിക്കം CHO. അടുത്ത്, ഫ്രം സൈഡ് ചെയിൻ ഓക്സിഡേഷൻ ഓഫ് മിഥൈൽ ബെൻസീൻ. ഇതൊന്നും ചോദിക്കില്ല. അവർ ചോദിക്കുക ഹൗ വിൽ യു കൺവേർട്ട് ടൊളീൻ ടു ബെൻസാൽഡിഹൈഡ്. ടൊളീനെ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റിയ എങ്ങനെയാ? ടൊളീനെ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റുക. ഇതാണ് ടൊളീൻ. മിഥൈൽ ബെൻസീൻ നോൺ ആസ് ടൊളീൻ. ടൊളീന ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റുക എങ്ങനെയാണെന്ന് അവർ ചോദിച്ചാൽ മോൻ പറയണം വളരെ ഈസി ആയിട്ട്, മോള് പറയണം ഈസി ആയിട്ട്, ഇതിലേക്ക് ക്രൊമൈൽ ക്ലോറൈഡ് ആഡ് ചെയ്താൽ മതി സാർ. CrO2Cl2 ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ. ഈ റിയാക്ഷൻ ഒരു പേരുണ്ട്, ഈറ്റ്വേർഡ്സ് റിയാക്ഷൻ. ഇതും ചോദിക്കും ചിലപ്പോൾ. ഈറ്റ്വേർഡ്സ് റിയാക്ഷൻ എന്താ ചോദിക്കും, അല്ലെങ്കിൽ എറ്റ്വേർഡ്സ് റിയാക്ഷൻ എന്താ ചോദിക്കും. ടൊലീനെ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഈറ്റ്വേർഡ്സ് റിയാക്ഷൻ അല്ലെ? ക്രൊമൈൽ ക്ലോറൈഡ് CrO2Cl2. യെസ്. അടുത്ത് കഴിഞ്ഞു, 3 റിയാക്ഷൻ കഴിഞ്ഞു. ബൈ ഗട്ടർമാൻകോച്ച് ആൽഡിഹൈഡ് സിന്തസിസ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ബെൻസീനെ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റാന്ന ക്വസ്റ്റ്യൻ. ബെൻസീൻ എന്താണ്? ബെൻസീനെ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റുക എന്താ ഉപയോഗിക്കുന്നത്? കാർബൺ മോണോക്സൈഡും HCl-ഉം AlCl3. ബെൻസീനെ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റുക. ഗട്ടർമാൻകോച്ച് ആൽഡിഹൈഡ് സിന്തസിസ്. ബെൻസീനെ ബെൻസാൽഡിഹൈഡ്. ഹൗ വിൽ യു കൺവേർട്ട് ബെൻസീൻ ടു ബെൻസാൽഡിഹൈഡ്? അപ്പൊ എന്താ? ബെൻസീനിലേക്ക് ഇച്ചിരി കാർബൺ മോണോക്സൈഡ്, ഇച്ചിരി HCl, ഇച്ചിരി AlCl3 ഇട്ട് കൊടുക്കുക. ബെൻസീൻ ബെൻസാൽഡിഹൈഡ് ആയി മാറി. ആ റിയാക്ഷൻ വിളിക്കുന്ന പേരെന്താ? ഗട്ടർമാൻകോച്ച് ആൽഡിഹൈഡ് സിന്തസിസ്. ക്ലിയർ അല്ലേ? യെസ്. ഫ്രം ബെൻസീൻ ഓർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ. ഓക്കെ, അതായത് ബെൻസീന ആരോമാറ്റിക് കീറ്റോൺ ആക്കി മാറ്റി അങ്ങനെ വയ്ക്കും. ഹൗ വിൽ യു പ്രിപ്പയർ ആൻ ആരോമാറ്റിക് കീറ്റോൺ ഫ്രം ബെൻസീൻ? ആ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഫ്രിഡൽക്രാഫ്റ്റ് അസൈലേഷൻ. ഒന്നുമില്ലടാ, ബെൻസീൻ എടുക്കുന്നു, ആസിഡ് ക്ലോറൈഡ് CH3COCl ആയിട്ട് COCl. ഇവിടെ H ഉണ്ടാവും, ഇവിടെ നെച്ചും പോകുന്നു, ഇവിടെ CL പോകുന്നു. AlCl3 അൺഹൈഡ്രസ് ആണ്. അൺഹൈഡ്രസ് AlCl3 COCl3 ആരോമാറ്റിക് കീറ്റോണായി മാറി. ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഫ്രിഡൽക്രാഫ്റ്റ് അസൈലേഷൻ. ക്ലിയർ അല്ലേ? കെമിക്കൽ പ്രോപ്പർട്ടി പ്രിപ്പറേഷൻ കഴിഞ്ഞു. അടുത്ത കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ടിപ്പിക്കൽ റിയാക്ഷൻസ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആർ ന്യൂക്ലിയോഫിലിക് അഡിഷൻ. ആൽഡിഹൈഡ്സിന്റെയും കീറ്റോണിന്റെയും പ്രധാന റിയാക്ഷനുകളൊക്കെ ന്യൂക്ലിയോഫിലിക് അഡിഷൻ ആണ്. ചോദ്യം ഇതാണ്, ആൽഡിഹൈഡ്സ് ആർ മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺ ടുവേർഡ്സ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ. ആൽഡിഹൈഡ് മോർ റിയാക്റ്റീവ് ആണ്, ആരെക്കാളും? കീറ്റോണിനേക്കാളും, ടുവേർഡ്സ് ടു ന്യൂക്ലിയോഫിലിക് അഡിഷൻ. എന്തുകൊണ്ട് എന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഇതാണ് ആൽഡിഹൈഡ്. CO ഗ്രൂപ്പിന് ഒരു സൈഡിൽ H വന്ന ആൽഡിഹൈഡ്,
CO ഗ്രൂപ്പിന്റെ രണ്ട് സൈഡിലും മീഥൈൽ ഗ്രൂപ്പ് വന്ന കീറ്റോൺ. ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ മോർ റിയാക്റ്റീവ് എന്ന് വെച്ചാൽ ആൽഡിഹൈഡ്സ് ആർ മോർ റിയാക്റ്റീവ് ദെൻ കീറ്റോൺ. വൈ എന്ന ക്വസ്റ്റ്യൻ. ന്യൂക്ലിയോഫൈൽ ആഡ് ചെയ്യുന്ന സമയത്ത് ആൽഡിഹൈഡ് മോർ റിയാക്റ്റീവ് ആണ് ആരെക്കാളും? കീറ്റോണിനേക്കാളും. എന്തുകൊണ്ട് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. വളരെ ഈസിയാണ്. ന്യൂക്ലിയോഫൈൽ നെഗറ്റീവ് ചാർജ് ആണ്. ഈ നെഗറ്റീവ് വരേണ്ട പോസിറ്റീവിലേക്കാണ് വരേണ്ടത്. ഇവിടെ പോസിറ്റീവ് ഉണ്ടോ? ഇല്ല. നിങ്ങളുണ്ടോ എന്നല്ല, ഇവിടെ പോസിറ്റീവ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടോ? ഇല്ല. ഉണ്ടാക്കാം, പോസിറ്റീവ് ഉണ്ടാക്കാം. എങ്ങനെയാ പോസിറ്റീവ് ഉണ്ടാക്കാം? എങ്ങനെയാ ഉണ്ടാക്കുക? ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നെഗറ്റീവ് കൊടുക്കുക, ഇവിടെ പോസിറ്റീവ് കൊടുക്കുക. ക്രിക്കറ്റ് ചെയ്തല്ലേ, പോസിറ്റീവ് ക്രിയേറ്റ് ചെയ്തു. എന്താ കിട്ടുക? CH3 HO -H+. അടുത്ത് ഇവിടെയും പോസിറ്റീവ് ഉണ്ടാക്കുക. ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എങ്ങനെ കിട്ടുക? CH3 CH3 +O-. എവിടെയാണോ പോസിറ്റീവ് ചാർജ് കൂടുതലുള്ളത് അവിടത്തേക്കാണ് ന്യൂക്ലിയോഫൈൽ ഈസി ആയിട്ട് വരിക. ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ മോർ റിയാക്റ്റീവ് എന്ന ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് പറയണം? ആൽഡിഹൈഡ്സ് ആർ മോർ റിയാക്റ്റീവ്. കാരണം എവിടെയാ പോസിറ്റീവ് കൂടുതൽ നോക്കുക, അവിടത്തേക്കാണ് ന്യൂക്ലിയോഫൈൽ ഈസി ആയിട്ട് വരാൻ പറ്റുക. എവിടെയാ പോസിറ്റീവ് കൂടുതലുള്ളത്? ആൽഡിഹൈഡിലാ പോസിറ്റീവ് കൂടുതലുള്ളത്. കാരണം പറഞ്ഞാൽ കീറ്റോണിൽ 2 മിഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. 2 മിഥൈൽ ഗ്രൂപ്പ്. ഇത് പോസിറ്റീവ് ചാർജ് ന്യൂട്രലൈസ് ചെയ്യപ്പെടും. ഇതിനെ വിളിക്കുന്ന പേരാണ് +I എഫക്റ്റ്. കീറ്റോണിൽ +I എഫക്റ്റ് കൂടുതലായതുകൊണ്ട് കാർബണിന്റെ പോസിറ്റീവ് ചാർജ് വല്ലാതെ അങ്ങ് ന്യൂട്രലൈസ് ചെയ്യപ്പെടും. പക്ഷേ ആൽഡിഹൈഡിൽ അത്ര ന്യൂട്രലൈസേഷൻ ഇല്ല. ആൽഡിഹൈഡിൽ ഒരു മിഥൈൽ ഗ്രൂപ്പേ ഉള്ളൂ, കുഞ്ഞ് നെഗറ്റീവ്, ന്യൂട്രലൈസേഷൻ കുറവാണ്. അപ്പൊ പോസിറ്റീവ് ചാർജ് ആർക്കാണോ കൂടുതൽ അയാൾ മോർ റിയാക്റ്റീവാ. ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ മോർ റിയാക്റ്റീവ് എന്ന് വെച്ചാൽ ആൽഡിഹൈഡ്സ് ആർ മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺ. ബിക്കോസ് കീറ്റോണിൽ 2 മിഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. 2 മിഥൈൽ ഗ്രൂപ്പ് ഉള്ളത് കാരണം പോസിറ്റീവ് ചാർജ് കീറ്റോണിൽ ന്യൂട്രലൈസ് ചെയ്യപ്പെടും. ആൽഡിഹൈഡിൽ അത്ര ന്യൂട്രലൈസേഷൻ ഇല്ല. യെസ്, അപ്പൊ ക്ലിയർ അല്ലേ? ഇനി ന്യൂക്ലിയോഫിലിക് അഡിഷനിലെ ക്വസ്റ്റ്യൻ അതാണ്. അടുത്തത് റിഡക്ഷൻ ആണ്. ന്യൂക്ലിയോഫിലിക് അഡിഷനായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അതാണ് ഉണ്ടാവുക. why aldehydes or ketone which is more reactive? Aldehydes are more reactive than ketone. ഇനി റിഡക്ഷൻ റിയാക്ഷൻ നമുക്ക് പറയാം. റിഡക്ഷൻ അതിൽ 2 റിഡക്ഷനാണ് പഠിക്കാനുള്ളത്. ഒന്ന് ക്ലെമൻസൺ റിഡക്ഷനും മറ്റേത് വൂൾഫ് കിഷ്ണർ റിഡക്ഷനും. എന്താ ക്ലെമൻസൺ? ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ഹൈഡ്രോ കാർബൺ ആക്കി മാറ്റാം. ഉപയോഗിക്കുന്ന റിയേജന്റ് സിങ്ക് അമാൽഗം HCl. ആൽഡിഹൈഡിലും കീറ്റോണിലും കോമൺ ആയിട്ടുള്ള ഗ്രൂപ്പ് CO ഗ്രൂപ്പാ. സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ CO ഗ്രൂപ്പ് CH2 ആയി മാറും. അല്ലേ? CO ഗ്രൂപ്പ് എവിടെ ഉണ്ടാവും? CH2 ആയി മാറും. സിങ്ക് അമാൽഗം HCl വെച്ചാൽ മതി. റിയാക്ഷൻ ഒക്കെ എഴുതാൻ ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര സംഭവമൊന്നുമില്ല. CH3 CHO അല്ലെ? ഇവിടെയുള്ള മക്കൾ പറ, ഇവിടെയുള്ള CO ഗ്രൂപ്പ് എന്തായി മാറി? CH2 ആയി മാറി. എന്താ കിട്ടുക? CH3 അല്ലെ? ഇവിടെയുള്ള CO ഗ്രൂപ്പ് എന്തായി മാറി? CH2 ആയി മാറി. CH2 H ചേർന്ന എന്താ? CH3 കിട്ടിയോ? അടുത്ത കീറ്റോൺ CH3 C ഡബിൾ ബോണ്ടോ CH3. റിയാക്റ്റന്റിൽ എവിടെ CO ഉണ്ടോ അത് CH2 ആയി മാറും. എങ്ങനെയാ പറയാ? CO become CH2 CH3. ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ഹൈഡ്രോ കാർബൺ ആക്കി എന്തുപയോഗിച്ച്? സിങ്ക് അമാൽഗം HCl. വളരെ ഈസി അല്ലേ? ഷോർട്ട് ആയിട്ട് പഠിക്കുക. CO become CH2 എന്ന് പഠിച്ചാൽ മതി. എവിടെ CO ഉണ്ടോ അതെന്തായി മാറി? CH2 ആയി മാറി. അതാണ് ക്ലെമൻസൺ റിഡക്ഷൻ. അടുത്ത് വൂൾഫ് കിഷ്ണർ റിഡക്ഷൻ. വീണ്ടും ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും ഹൈഡ്രോ കാർബൺ സെയിം റിയാക്ഷൻ ആണ്. റിയാക്ടന്റിൽ തന്നെ സെയിം സംഭവം. റിയാക്ടന്റിൽ എവിടെ CO ഉണ്ടോ അതെന്തായി മാറി? CH2 ആയി മാറുന്നു. പക്ഷെ ഉപയോഗിക്കുന്ന റിയേജന്റ് വ്യത്യാസമുണ്ട്. ഹൈഡ്രസീൻ ആൻഡ് ആൽക്കഹോളിക് AOH. ഹൈഡ്രസീൻ NH2 ഹൈഡ്രസീൻ ആൻഡ് ആൽക്കഹോളിക് AOH. അപ്പൊ നമ്മൾ ആൽഡിഹൈഡ് ഇടുക CH3 CHO അല്ലേ? ഇവിടെ ഈ CO എന്തായി മാറി? CH2 ആയി മാറി. CH2 H എന്ന് പറഞ്ഞാൽ എന്താ? CH3. അതായത് ഇവിടെയുള്ള CO എന്തായി മാറി? CH2 ആയി മാറി. CH2 ഈ H കൂടി ചേർന്ന CH3 ആയി മാറി. ആൽഡിഹൈഡ് നേരത്തെ തന്ന റിയാക്ഷൻ തന്നെ. ആൽഡിഹൈഡും കീറ്റോണും ഹൈഡ്രോ കാർബൺ ആക്കി മാറ്റി എന്ത് ഉപയോഗിച്ച്? ഹൈഡ്രസീൻ ആൻഡ് KOH. ആ റിഡക്ഷൻ വിളിക്കുന്ന പേരെന്താ? വൂൾഫ് കിഷ്ണർ. നേരത്തെ സിങ്ക് അമാൽഗം HCl. ക്ലിയർ ആണ്? യെസ്. അടുത്ത് ഓക്സിഡേഷൻ റിയാക്ഷൻ. ടോളറൻസ് ടെസ്റ്റ് ആണ്. തന്നിരിക്കുന്നത് ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ എന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് ടോളറൻസ് ടെസ്റ്റ്. ഗിവൺ കോമ്പൗണ്ട് ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ എന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ഉപയോഗിക്കും. എന്താ ടോളറൻസ് റിയേജന്റ്? അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. അത് തന്നിരിക്കുന്ന കോമ്പൗണ്ട് ആൽഡിഹൈഡ് ആണെങ്കിൽ ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ടോളറൻസ് റിയേജന്റ് ഒഴിച്ചു നോക്കുക. ടെസ്റ്റ് ട്യൂബിന്റെ സൈഡിലൊക്കെ സിൽവർ ലെയർ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന കോമ്പൗണ്ട് ആൽഡിഹൈഡാ. കീറ്റോൺ ആണെങ്കിൽ ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല, ഒന്നും നടക്കില്ല. ഓക്കെ, എന്താ കാര്യം നോക്കാം. ഇത് ആൽഡിഹൈഡും ടോളറൻസ് ടെസ്റ്റ് റിയേജനും സിൽവർ മിറർ. കീറ്റോണും ടോളറൻസ് റിയേജനും നോ റിയാക്ഷൻ ആണ്. എന്തുകൊണ്ട് സിൽവർ മിറർ ഉണ്ടാവും ചെയ്ത ആൽഡിഹൈഡ് ആണ്?
ആൽഡിഹൈഡ് നമ്മൾ വിചാരിച്ച പോലെയല്ല, വളരെ മൈൽഡാണ് ഇയാൾ. പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്യും. വളരെ വീക്കായിട്ടുള്ള ആൾ വന്നാൽ എന്ത് ചെയ്യും? ഓക്സിഡൈസ് ചെയ്യും. വളരെ മൈൽഡായിട്ടുള്ള ആളാണ്. ഇതാണ് ടോളൻസ് റിയേജന്റ്. ഈ ഓക്സിജൻ ഇവിടത്തേക്ക് ആഡ് ചെയ്യും. ഇത് കാർബോക്സിലിക് ആസിഡായി മാറി, CH3COOH ആയി മാറി. അതേസമയം Ag2Ag ആയി മാറി ടെസ്റ്റ് ട്യൂബിന്റെ സൈഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അതായത് ടോളൻസ് റിയേജന്റ് മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇത് ആൽഡിഹൈഡിനെ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റുന്ന സമയത്ത് സിൽവർ ഓക്സൈഡ് സ്വയം സിൽവർ ആയി മാറിയിട്ട് ടെസ്റ്റ് ട്യൂബിന്റെ സൈഡിൽ അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്യും. അതാണ് സിൽവർ ലെയർ കാണാൻ കാരണം. കീറ്റോൺ നിങ്ങൾ വിചാരിച്ച പോലെ ആളേ അല്ല. ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് പ്രസൻസിലൊന്നും കീറ്റോൺ റിയാക്ട് ചെയ്യില്ല. കീറ്റോൺ ഭയങ്കര ഒരു മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് പ്രസൻസിൽ കീറ്റോൺ മൈൻഡ് ചെയ്യില്ല ടോളൻസ് റിയേജന്റിന്. ഓക്കെ, യെസ്. എന്താണ് ഫെള്ളിംഗ് ടെസ്റ്റ്? അടുത്ത ഫെള്ളിംഗ് ടെസ്റ്റ്. ആൽഡിഹൈഡിനെ കീറ്റോണിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള വേറെ ടെസ്റ്റ് ആണിത്, ഫെള്ളിംഗ് ടെസ്റ്റ്. എന്താ സംഭവിച്ചാൽ ആൽക്കലൈൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ കണ്ടെയ്നിങ് സോഡിയം ആൻഡ് പൊട്ടാഷ്യം ടാർട്ടറേറ്റ്. പേടിച്ചാൽ പോട്ടെ. ആൽഡിഹൈഡിനെ കീറ്റോണിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ഉപയോഗിക്കും. ആൽക്കലൈൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ കണ്ടെയ്നിങ് സോഡിയം ആൻഡ് പൊട്ടാഷ്യം ടാർട്ടറേറ്റ്. ശ്രദ്ധിച്ചോ, ആൽഡിഹൈഡും ഫെള്ളിംഗ് സൊല്യൂഷനും റെഡ് കളർ ഫോം ചെയ്യും. കീറ്റോണും ഫെള്ളിംഗ് സൊല്യൂഷനും നോ റിയാക്ഷൻ. എന്തുകൊണ്ട് റെഡ് കളർ എന്നല്ല പറഞ്ഞുതരാം. എന്തുകൊണ്ട്? ഇത് ആൽഡിഹൈഡ് ആണ്. ഞാൻ പറഞ്ഞു ആൽഡിഹൈഡ് ഭയങ്കര പാവാന്ന് പറഞ്ഞില്ലേ. ആൽഡിഹൈഡ് ഭയങ്കര പാവാണ്. വല്ലാതെ ഭയങ്കര എന്ന് പറയാൻ പറ്റില്ല, വല്ലാതെ പാവാണ്. അതിലേക്ക് എന്ത് ചെയ്യുക? ഫെള്ളിംഗ് സൊല്യൂഷൻ, അതായത് കുപ്രിക് ഓക്സൈഡ് മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റാണ്. ഇയാൾ ഈ ഓക്സിജൻ ഇങ്ങോട്ട് കൊടുക്കും. ഇത് കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റി. CH3COOH കാർബോക്സിലിക് ആസിഡായി മാറി. അതേസമയം കുപ്രസായി മാറും. കുപ്രസായി മാറുക എന്ന് പറഞ്ഞാൽ റെഡ് കളർ. ഇതിനെന്ത് കളറാ? റെഡ് കളർ. കുപ്രിക് ഓക്സൈഡ് കുപ്രസ് ഓക്സൈഡായി മാറി. അതിന് കളർ എന്താ? റെഡ് കളർ. കീറ്റോൺ നോ റിയാക്ഷൻ. കീറ്റോൺ റിയാക്ട് ചെയ്യില്ല. അപ്പോൾ ആൽഡിഹൈഡിനെ കീറ്റോണിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ ഉപയോഗിക്കുക. ആൽഡിഹൈഡിനെ കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റുന്ന സമയത്ത് കുപ്രസായി മാറും. കുപ്രസിന്റെ കളർ എന്താ? റെഡ് കളർ. അപ്പൊ റെഡ് കളർ കണ്ടാ ഗിവൺ കോമ്പൗണ്ട് ഇതാ ആൽഡിഹൈഡ്, ഇല്ലെങ്കിൽ ഗിവൺ കോമ്പൗണ്ട് ഇതാ കീറ്റോൺ. റെഡി അല്ലേ? യെസ്. റിയാക്ഷൻ വിത്ത് ആൽഫ ഹൈഡ്രജൻ. എന്താണ് ആൽഫ ഹൈഡ്രജൻ ആദ്യം പഠിക്കണ്ടേ. അതിലൊന്നാണ് ആൾഡോൾ കണ്ടൻസേഷൻ. എന്താണ് ആൽഫ ഹൈഡ്രജൻ എന്ന് പഠിപ്പിച്ചത് മക്കളെ? ഇതാണ് CHO. അയ്യോ, ഇതാണ് CHO, ഇതാണ് ആൽഡിഹൈഡ്. ഞാൻ മാറ്റി ചെയ്തിട്ടെ, സോറി, ഞാൻ തിരിച്ചെഴുതട്ടെ. CHO, ഇതാണ് ആൽഡിഹൈഡ്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. അതിൽ ഹൈഡ്രജനെ വിളിക്കുന്ന പേരാണ് ആൽഫ ഹൈഡ്രജൻ. ഇതിൽ 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ആൽഫ ഹൈഡ്രജനുള്ള 2 ആൽഡിഹൈഡ് റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ 2 കീറ്റോൺ ആയാൽ മതി കേട്ടോ. 2 ആൽഡിഹൈഡ്. ഇപ്പൊ രണ്ടും ഒന്ന് ഒരുപോലെ ആക്കണം, 2 ഒന്നേക്കണേ. രണ്ടാമത് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെറിയൊരു മാറ്റം വരുത്തി. ഇത് രണ്ടും ഒന്ന് തന്നെയാടാ. ഈ എഴുതിയ സംഭവം ഒന്ന് തന്നെയാണ്. ഈ CH3 എന്നുള്ളത് ഞാൻ ഇങ്ങനെ എഴുതി, H2CH എന്ന് എഴുതി. രണ്ടും ഒന്ന് തന്നെയല്ലേ. ഈ 2 ആൽഫ ഹൈഡ്രജനെ മാറ്റി എഴുതിയെന്ന് മാത്രം. ഓക്കെ. ഡൈല്യൂട്ട് NaOH ആരുടെ പ്രസൻസിലാ? ഡൈല്യൂട്ട് NaOHന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇതിലെ ഓക്സിജനും ഇതിലെ ഹൈഡ്രജനും കൂടി ചേർന്ന് ഇങ്ങോട്ട് പോകട്ടോ. എന്ത് കിട്ടും? CH3CH ഡബിൾ ബോണ്ട് CHO എന്ന് പറഞ്ഞാൽ ഇത് ആൽഡിഹൈഡാണ്. ഇതിൽ ആൽഡിഹൈഡാണ്. തൊട്ടടുത്തുള്ള കാർബൺ വിളിക്കുന്ന പേര് ആൽഫ കാർബൺ എന്നാണ്. തൊട്ടടുത്ത കാർബൺ ബീറ്റ കാർബൺ, അടുത്ത് ഗാമ കാർബൺ. ഡെൽറ്റയൊക്കെ പോകും. അപ്പൊ ആൽഫേന്റെയും ബീറ്റേന്റെ ഇടയിൽ ഡബിൾ ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ടിൽ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ്, ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ അൺസാച്ചുറേറ്റഡ്, ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ഫോം ചെയ്യും. ഇത് കീറ്റോൺ ആയാലും ഇത് തന്നെയാട്ടോ അവസ്ഥ. കീറ്റോണിന്റെ കേസ് നമ്മൾ എഴുതി വെക്കാം. CH3COCH3. ഞാൻ എന്താ പറഞ്ഞത്? രണ്ടാമത്തെ കോമ്പൗണ്ട് ചെയ്യുന്ന സമയത്ത് 2 ആൽഫ ഹൈഡ്രജനെ മാറ്റി എഴുതണമെന്ന് പറഞ്ഞു. അതാ ഇതിൽ നിന്ന് ഓയും ഇതിൽ നിന്ന് H2 പോയില്ലേ. എന്ത് കിട്ടി? എന്താ കിട്ടുക? CH3 ഡബിൾ ബോണ്ട് അവിടെ ഉണ്ട്. CHCOCH3 അല്ലേ? ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺ ഫോം ചെയ്യും. ഈ റിയാക്ഷൻ വിളിക്കുന്ന പേരെന്താ? ആൾഡോൾ. എന്താ പറയുക? ആൾഡോൾ കണ്ടൻസേഷൻ. ക്ലിയർ അല്ലേ? യെസ്. കാനിസ്ത്രോ റിയാക്ഷൻ. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത 2 ആൽഡിഹൈഡ് റിയാക്ട് ചെയ്യുക. HCHO പ്ലസ് HCHO. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത 2 ആൽഡിഹൈഡാണ്. ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇത് അറ്റാച്ച് ചെയ്ത കാർബൺ വിളിക്കുന്ന പേരാണ് ആൽഫ കാർബൺ. ആൽഫ കാർബണിൽ ആൽഫ ഹൈഡ്രജനും ഇല്ല. ആൽഫ കാർബണിൽ ഇത് ഹൈഡ്രജൻ അല്ല. ആൽഫ കാർബണിലെ ഹൈഡ്രജനാണ് ആൽഫ ഹൈഡ്രജൻ. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത 2 ആൽഡിഹൈഡ് റിയാക്ട് ചെയ്യുക.
കോൺസെൻട്രേറ്റഡ് NaOH ആണ്. ആരെ വെച്ചിട്ട്? കോൺസെൻട്രേറ്റഡ് NaOH. കോൺസെൻട്രേറ്റഡ് NaOH. ഒരു CHO എന്തായി മാറിച്ച COONA മാറി. മറ്റേ CHO എന്തായി മാറും? CH2OH ആയി. ഇങ്ങനെ പഠിച്ചാൽ മതി, ഇത് പഠിക്കാൻ എളുപ്പമാണ്. ഒരു CHO എന്തായി മാറി? COONA മാറി. മറ്റേ CHO എന്തായി മാറി? CH2OH ആയി മാറി. HCOONA. അടുത്തോ HCH2OH, അതായത് CH3OH ആയി മാറി. ഒരാൾ ഓക്സിഡൈസ് ചെയ്ത് ആസിഡായി മാറുന്നത് മറ്റേ റെഡ്യൂസ് ചെയ്ത് എന്തായി മാറി? ആൽക്കോളായി മാറി. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരെന്താ? കാനിസറോ റിയാക്ഷൻ. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത രണ്ട് ആൽഡിഹൈഡ്, വണ്ണിന് ഓക്സിഡേഷനും മറ്റേതിന് റിഡക്ഷനും. ഓക്കെ, അതൊരു ഡിസ്പ്രപ്പോർഷനേഷൻ എക്സാമ്പിൾ ആണ്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ റിയാക്ഷൻസും എല്ലാ പ്രിപ്പറേഷനും ഒക്കെ നോക്കി. ആൽഡിഹൈഡും കീറ്റോണും വാട്ടറിൽ സൊല്യൂബിൾ ആവാൻ കാരണം ആൽഡിഹൈഡും കീറ്റോണും ഹൈഡ്രജൻ കൊണ്ട് ഫോം ചെയ്യും വാട്ടറുമായിട്ട്. അതുകൊണ്ട് ആൽഡിഹൈഡും കീറ്റോണും സ്ലൈറ്റ്ലി സൊല്യൂബിൾ ഇൻ വാട്ടർ. പക്ഷേ ആൽഡിഹൈഡിനും കീറ്റോണും ബോയിലിംഗ് പോയിന്റ് ആൽക്കോളിനേക്കാൾ കുറവാണ്. കാരണം ആൽക്കോളും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. ആൽഡിഹൈഡും തമ്മിൽ എന്ത് ഫോം ചെയ്യില്ല? ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യത്തില്ല. ക്ലിയർ അല്ലേ? യെസ്. അപ്പം 20 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്റർ എന്നുള്ളത്. നന്നായിട്ട് പഠിച്ചാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് 20 മാർക്ക് നിങ്ങൾക്ക് അടിച്ചെടുക്കാവുന്ന എല്ലാ ടിപ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്നും നോക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്തോ. ഓക്കെ, അപ്പോൾ ബൈ.